വെൽക്കം ബാക്ക്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണ്, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ 400 ഗ്രാം ചിക്കന് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം ചിക്കന് വേവുന്ന ആ ഒരു ടൈം കൊണ്ട് നമുക്ക് കുറച്ച് വെജീസ് ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ക്യാപ്സിക്കം, സവാള, അതുപോലെ തന്നെ ക്യാബേജ്, ക്യാരറ്റ് എന്നിവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുള്ള ചിക്കനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ടൊരു ചട്ടി അടുപ്പിൽ വെക്കുക. ചൂടായി വരുമ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജീസൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ ഒരു ഫില്ലിങ് ഉണ്ടാക്കുന്ന ടൈമിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം കേട്ടോ ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ടും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറായി കിട്ടും. ഒരുപാട് ടൈമിൻ്റെയും അതുപോലെ ഒരുപാട് മസാലയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഈസി ആയിട്ടൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ 1 ടീസ്പൂണ് പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ വെജീസൊക്കെ ഒന്ന് സോട്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് സോയാ സോസാണ്. അപ്പോൾ 1 ടീസ്പൂൺ സോയ സോസാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് അടച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ഇത് അടച്ച് വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു സോസും അതുപോലെ വെജീസും ചിക്കനും എല്ലാം കൂടെ ഒന്ന് സെറ്റായിട്ട് നമ്മുടെ ഫില്ലിങ് കറക്റ്റ് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 5 മിനിറ്റിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. സ്മെല്ല് മാത്രമല്ല നല്ല ടേസ്റ്റുമാണ്, നല്ല ഈസിയാണ് ഇത് തയ്യാറാക്കാൻ. അപ്പം ഞാനിവിടെ സ്പ്രിംഗ് റോൾ ഉണ്ടാക്കാനായിട്ട് ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയുടെ ദോശ ഉണ്ടാക്കിയിട്ട് അതിലും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തെടുക്കുകയാണെങ്കിലും ഇതുപോലെ മൈദയിൽ കുറച്ച് ഉപ്പും വെള്ളവും ചേർത്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ ഉണ്ടാക്കി വെക്കുക. അതാകുമ്പോൾ നമുക്ക് ഷീറ്റാണെങ്കിലും അല്ലെങ്കിൽ ദോശയാണെങ്കിലും നമ്മൾ സ്പ്രിംഗ് റോൾ ഉണ്ടാക്കുന്ന ടൈമിൽ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലെ ഒന്ന് 2 സൈഡും ആക്കി കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഞാനിതിൽ കാണിക്കുന്ന പോലെ ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്കറ്റിൽ വരുന്നത് 20 ഷീറ്റാണ്. അപ്പോൾ നമ്മളിത് 20 എണ്ണം ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് 2 സൈഡും ഫ്രൈ ആയി കിട്ടും. അങ്ങനെ ഇതാ ടേസ്റ്റിയും ഈസി ആയിട്ടുള്ള സ്പ്രിംഗ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ ഇത് എത്രത്തോളം സിമ്പിളാണെന്ന്. നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനും അതുപോലെ വീട്ടിലേക്ക് പുതിയ ഗസ്റ്റൊക്കെ വരാണെങ്കിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനും നമ്മുടെ ഇഫ്താറിന് നല്ലൊരു അടിപൊളി സ്നാക്സ് ആയിട്ടൊക്കെ ഇത് തയ്യാറാക്കി നോക്കാം. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. നല്ല ചൂടുണ്ടായതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച ആ ഒരു രീതിയിൽ എനിക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടില്ല. എന്നാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാഹ് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു വ്ലോഗായിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.